ഇതൊക്കെ കളർ കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. അതെ, അതിന് വേണ്ടിയിട്ടാണോ? ഇതിന്റെ കൂടെ സൈഡായിട്ടേ നമുക്ക് ജസ്റ്റ് ഇത് കുറച്ച് വെജിറ്റബിൾസ് കൂടി കഴിക്കാമല്ലോ. കുറച്ച് ക്യാരറ്റ്. ഈ അടുക്കളയിൽ നിൽക്കാൻ കുറേ ക്ഷമ വേണം. ഈ ക്ഷമ എന്ന് പറഞ്ഞ സംഗതി എവിടുന്നാ കിട്ടണേ? ആദ്യമൊന്നും വലിയ ക്ഷമയൊന്നും ഇല്ലായിരുന്നു. പിന്നെ ചെയ്ത് നമുക്ക് സ്വാഭാവികമായിട്ട് ക്ഷമ വന്നോളും, കുഴപ്പമില്ല. എനിക്കാണെങ്കിൽ എല്ലാം പെട്ടെന്നാവണം. ഞാൻ എപ്പോഴും വലിയ ഫ്ലെയിമിലാണ് ഉണ്ടാക്കുക, അതുകൊണ്ട് എപ്പോഴും കരിഞ്ഞു പോകും. സോട്ട് ചെയ്യാം, ഒരിച്ചിരി കൊന്നിട്ടു സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. കാരണം ഇത് നമ്മൾ കഴിക്കുമ്പോൾ കുറച്ച് റോ ആയിരിക്കണം, ഓവർ കുക്ക്ഡ് ആവാൻ പാടില്ല. ക്യാരറ്റൊക്കെ നമ്മൾ കഴിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടണം, ആ ഒരു പച്ച ടേസ്റ്റ് തന്നെ കിട്ടണം. ആരാ ആദ്യം ഈ കുക്കിംഗ് എങ്ങനെ കുക്ക് ചെയ്തിട്ട് അപ്രീഷിയേറ്റ് ചെയ്തത്? നന്നായി കുക്ക് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. വീട്ടിൽ നോർമലി ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് തോന്നുന്നു ഞാൻ ചെറുതിലേ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തതാണ്. ഞാൻ അൻസുബയോട് പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ എനിക്ക് അത് കഴിഞ്ഞിട്ട് അപ്പോഴേ ഒരു അപ്രീസിയേഷൻ പിന്നെ നമുക്കൊരു കോൺഫിഡൻസ് ലെവലുണ്ടല്ലോ, അപ്രീസിയേഷൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട്സ് പറയാറുണ്ട്, പിന്നെ എന്റെ ഹസ്ബൻഡും പറയാറുണ്ട്. അത് പറഞ്ഞപ്പോഴാ എന്തായിരുന്നു, ലവ് മാരേജ് ആയിരുന്നു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു എന്ന്? കൊച്ചു കുട്ടികളോട് ഇതൊന്നും പറയാൻ പാടില്ല. എന്റെ ലവ് മാരേജ് ആയിരുന്നു. അതാണ് ഇത്രയും ടൈം എടുത്തത് പറയാൻ. എത്ര നേരമായി ചോദിച്ചിട്ട്? അപ്പൊ എന്തായാലും ഇതെന്ന് വെന്ത് വരാനായിട്ട് ഒരു 15 മുതൽ 20 മിനിറ്റ് എടുക്കും. അപ്പൊ കുറെ നേരം ആയില്ലേ നിൽക്കാൻ തുടങ്ങിയിട്ട്. അതെ, ഞാനും കുറെ നേരമായി പറയണമെന്ന് വിചാരിക്കണം. ഞാൻ അക്ഷമയായിരിക്കുന്നു. അക്ഷമ. ചെറിയ റെസ്റ്റ് എടുക്കാം അല്ലേ? അപ്പൊ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്ക്. ഇതാവാറായോ? ഇല്ല, എന്തായാലും കുറച്ച് ടൈം കൂടി എടുക്കും. കുറച്ചെന്ന് പറഞ്ഞാൽ കുറച്ചോ കൂടുതലോ? തുറന്നു. നല്ല സ്മെല്ലുണ്ട് കേട്ടോ. എനിക്കിപ്പോ തന്നെ വിശക്കുന്നുണ്ട്. കുറച്ച് ക്ഷമയോട് കൂടി ഇരിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അക്ഷമയായിരിക്കുന്നു. അക്ഷമ. പയ്യെ തിന്നാൽ പനിയും തിന്നാന്ന് കേട്ടു. പന വേണ്ട, എനിക്ക് ചിക്കൻ മതി. എന്തൊരു വിശപ്പാന്ന് അറിയാം. നല്ല സ്മെല്ലും കൂടി ഇങ്ങനെ മൂക്കിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോ ഉണ്ടല്ലോ. സാറേ, ആരാ ഇഷ്ടമുള്ള ഹീറോ? ഇഷ്ടമാണ്. അങ്ങനെ പറയുള്ളൂ എന്ന് എനിക്കറിയാം. ഈ ഉത്തര പ്രതീക്ഷ ഞാൻ ചോദിച്ചതാ ക്വസ്റ്റ്യൻ. എന്റെ ഫേവറേറ്റ് ഹീറോ ലാലേട്ടൻ, ഹീറോയിൻ ഉർവശി ചേച്ചി. ഈ ഒരു ഫീൽഡിലേക്ക് വന്നതിന് ഇങ്ങനെ ഫാമിലി സപ്പോർട്ട് ചെയ്താൽ പോലും നമുക്കൊരു പക്ഷേ റിലേറ്റീവ്സിന്റെ ഒക്കെ ഒരു ഫുൾ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടോ? ഞാൻ എല്ലാരും സപ്പോർട്ട് ചെയ്യുന്നൊന്നുമില്ല. പിന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാക്സിമം വേണ്ടത് നമ്മുടെ ഫാമിലി എന്നുള്ള സപ്പോർട്ടാണ്. അപ്പൊ അതെനിക്ക് 100% എനിക്ക് എല്ലാരും സപ്പോർട്ടീവാണ്. പിന്നെ എല്ലാരെയും തൃപ്തിപ്പെടുത്തിയിട്ട് നമുക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ഏതെങ്കിലും പ്രോജക്ട്സ് ചെയ്യുന്നത്? ഇപ്പൊ ബദറുൽ മുനീർ ഹുസ്നുൽ ജമാൽ എന്ന് പറഞ്ഞു. കോഴിക്കോടാണോ അത് ചിത്രീകരണം? അതെ, അത് 1001 രാവുകൾ സ്റ്റോറീസ് ഇല്ലേ, അപ്പൊ അതിലുള്ള ഒരു കഥയാണ് ബദറുൽ മുനീർ ഹുസ്നുൽ ജമാൽ. വേറെ പ്രോജക്ട്സ്? വേറെ ഇപ്പൊ തമിഴില് ഒരു പ്രോജക്ട് ചെയ്യുന്നുണ്ട്, പരഞ്ജ്യോതി എന്ന് പറഞ്ഞിട്ട്. 2 പ്രോജക്ട് ചെയ്യുന്നുണ്ട്. ഫുൾ നോമ്പും എടുത്തിട്ടുണ്ടോ? എല്ലാ പ്രാവശ്യവും ഞാൻ കഴിയുന്നത്രയും എടുക്കാറുണ്ട്. ഷൂട്ടിന് പോകുമ്പോഴും എനിക്കിപ്പോൾ ഞാൻ ഷൂട്ടിന് പോകുമ്പോൾ മുന്നേ ഡയറക്ടറെ അടുത്ത് ചോദിച്ചു വെക്കും, ഇങ്ങനെ നാളെ എടുക്കാൻ പോകുന്ന സീൻ എന്താണ്. ഇപ്പോൾ ഫുഡ് കഴിക്കുന്ന സീനൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എനിക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ ചോദിച്ചു വെച്ചിട്ട് ഇല്ലാന്ന് പറയുകയാണെങ്കിൽ ഞാൻ എടുക്കും. ഈ ഇടയ്ക്ക് ടയർഡ്നെസ് കഴിഞ്ഞ തവണ നല്ല ടയർഡ്നെസ് ഉണ്ടായിരുന്നു, വെയിലുള്ള കാരണം. പക്ഷെ ഇത്തവണ മഴ ആയത് കാരണമായിരിക്കും അത്ര വലിയ ടയർഡ്നെസ് ഒന്നുമില്ല. ഈ പ്രാവശ്യം ശരിക്കും നോമ്പെടുക്കാൻ ഭയങ്കര ഈസി ആയിരുന്നു. നല്ല ക്ലൈമറ്റ് ആയ കാരണം ആർക്കും അത്ര വലിയ ടയർഡ്നെസ്സോ വിശപ്പോ ഒന്നും ഇല്ലായിരുന്നു. അപ്പം എനിക്ക് മിസ് ചെയ്യാൻ തോന്നിയില്ല. പിന്നെ വേറെ എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? സിനിമയിൽ വന്നതിന് ശേഷം ജീവിതത്തിൽ വന്ന മാറ്റം എന്താണ്? ജീവിതത്തിൽ വന്ന മാറ്റം അങ്ങനെ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. പണ്ടും ഞാൻ എങ്ങനെ പുറത്തു പോയിരുന്നത്, ഞാൻ സാധാരണ സൽവാറും ഷോളൊക്കെ ഇട്ടിട്ട് തന്നെ പുറത്ത് പണ്ട് പോയിരുന്നത്. ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് പോകുന്നത്. പിന്നെ ആ ഒരു പബ്ലിക്കിന്റെ ഇടയ്ക്ക് അതേ ആ ഒരു ഫ്രീഡത്തോടു കൂടി തന്നെ പോകാൻ പറ്റും. ഞാനിപ്പോഴും അങ്ങനെ തന്നെയാണ് പോകുന്നത്. പിന്നെ കാണുമ്പോ എല്ലാരും പെട്ടെന്ന് അങ്ങനെയാണ് ദൃശ്യം. പിന്നെ ലാലേട്ടന്റെ മോൾ അങ്ങനെയാണ് എല്ലാരും വിളിക്കുന്നത്. ലാലേട്ടന്റെ മകൾ ഇപ്പൊ ഫംഗ്ഷന് പോകണേ, നമ്മുടെ സ്വന്തം ലാലേട്ടന്റെ മകൾ. ഞാൻ പറയും ലാലേട്ടന്റെ മകള് കേട്ട എന്നെ ഇടിക്കാൻ വരും. എപ്പോഴും അങ്ങനെ പറഞ്ഞിട്ടാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്. അപ്പൊ
അങ്ങനെയൊക്കെ പക്ഷെ ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു എൻ്റെ അടുത്ത് കാണിക്കുന്ന സ്നേഹം ലാലേട്ടൻ്റെ അടുത്ത് കാണിക്കുന്ന സ്നേഹം കൂടെയാണ്. പുള്ളിയോടുള്ള ഇഷ്ടം കൂടെ എനിക്ക് കിട്ടുകയാണ്. പക്ഷെ ഹൻസിബ അതിൽ നന്നായി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഹൻസിബയാണല്ലോ അത് ടേണിംഗ് പോയിന്റ്. നമുക്ക് നമ്മുടെ ഇത് എന്തായി നോക്കാം. ഒരു 1 സൈഡ് ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ട്. ഞാൻ സ്മെല്ലടിച്ച് വിശന്ന് ചാവും. വീണ്ടും ഒന്ന് നമ്മൾ തിരിച്ചിട്ടു. ഇനി വീണ്ടും ഒന്ന് അടച്ചു വെക്കുക. ഇനിയും കുറെ ടൈം എടുക്കുവോ? നല്ലപോലെ അതൊന്ന് വെന്ത് കിട്ടണ്ടേ. നമുക്കിത് എന്തായെന്ന് നോക്കാമേ. നല്ലൊരു മണം വരുന്നില്ലേ? നല്ല മണം. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാമേ. ഈ പ്ലേറ്റ് മതിയോ? ഈ പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ നെയ്ച്ചോർ നിറച്ച കോഴി റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ഹൻസിയയ്ക്ക് കൊടുക്കാൻ പോകണം. മുഴുവനായിട്ട് തന്നെ കൊടുക്കുകയാണ്. തിരിച്ച് ഇതിൽ കുറച്ചെങ്കിലും നമ്മുടെ ബാക്കി ക്രൂ മെമ്പേഴ്സിന് കഴിക്കാനായിട്ട് കിട്ടുമെന്നുള്ളത് നമുക്ക് നോക്കാം. എന്തായാലും കുറച്ച് കഴിച്ചിട്ട് അതിൻ്റെ അഭിപ്രായം പറയൂ ആദ്യം. ഇപ്പോഴാണ് വെച്ച കോഴിൻ്റെ മണം വന്നു. ഇതെന്തായാലും നല്ല സ്മെല്ലുണ്ട്. കണ്ടോ? കഴിക്കൂ. ഞാൻ കഴിക്കും. അടിപൊളി. എന്താ പറയാ, ഇതിന് ഈ ഫുഡ് ഉണ്ടാക്കിയ ആൾക്ക് കൈക്ക് സ്വർണ്ണവള ഇട്ട് കൊടുക്കണം എന്ന് പറയില്ലേ? കൊണ്ടുവന്നിട്ടുണ്ടോ? കാരണം ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല. സജിച്ചേട്ടനോട് അതിട്ട് കൊടുക്കാൻ വേണ്ടി ഞാൻ വിനീതമായി അപേക്ഷിക്കുകയാണ്. അയ്യോ, ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. താങ്ക് യു സോ മച്ച്. അതിന് കേട്ടിട്ട് സജിച്ചേട്ടൻ എനിക്ക് വാങ്ങിച്ചു തരുമെന്ന് തോന്നുന്നു. വാങ്ങി കൊടുക്കുമല്ലോ അല്ലേ? ഈ എപ്പിസോഡ് കാണണമെന്ന് പറയണം. എന്ത് നല്ലൊരു എങ്ങനെയാ? അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഷവായ കഴിച്ചു പോകണ്ട. ഇനിയിപ്പോ ഇതിനകത്തുള്ള ആക്ച്വലി ഇപ്പൊ ഇത് നല്ല ചൂടല്ലേ. കുറച്ചൊന്ന് തണുത്ത ശേഷം നമ്മൾ ഈ സ്റ്റഫ് ചെയ്തത് നമ്മൾ ഇങ്ങനെ ക്രോസ് ആയിട്ട് കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതിനകത്ത് എഗ്ഗ്, ഗീ റൈസ് എല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് എഗ്ഗ്, ഗീ റൈസും ഈ ചിക്കന്റെ പീസും കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ കൂടിയായിട്ട് കഴിക്കാം. ഇതൊരു ഹോൾ ഫുഡ് ആണ്. കഴിക്കേണ്ട രീതി ഇതെല്ലാം കൂടി ഒരുമിച്ച് വെച്ചിട്ടാണ്. ഇങ്ങനെ നമ്മൾ ഇതിന്റെ സെന്ററിൽ നിന്ന് കുറച്ച് കട്ട് ചെയ്യുക. അപ്പൊ നമ്മൾ സ്റ്റഫ് ചെയ്ത എഗ്ഗ് ഉണ്ടാവും, നെയ്ച്ചോറുണ്ടാവും, പിന്നെ ഇത് സൈഡിലാണെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസും ഉണ്ട്. ചേച്ചി ഈ ഫുഡ് ഇത് എനിക്ക് ഉണ്ടാക്കി തന്നിട്ട് ഇപ്പൊ എന്നെ പെട്ടെന്ന് പറഞ്ഞേക്കാനുള്ള ഒരു പ്ലാൻ ആണെന്ന് എനിക്ക് മനസ്സിലായി. ഒരിക്കലും ഞാൻ പോവില്ല. ഞാൻ കഴിച്ചിട്ടേ ഞാൻ പോവുള്ളൂ. മോളെ, നിങ്ങൾ നിങ്ങളുടെ ആഘോഷം തുടർന്നുകൊണ്ടിരിക്കുകയാണെന്ന് അറിയാം. ഞാനും ഈ ഫുഡ് കഴിച്ച് എന്റെ ആഘോഷം വിപുലീകരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഈദ് മുബാറക്. ഈദ് മുബാറക് പറഞ്ഞിട്ട് എവിടെ പോവാ? നമ്മുടെ പച്ചമുളകിൽ വരുന്നവരെ നമ്മളങ്ങനെ വെറുകൈയോടെ വിടാറില്ല. കാന്താരി മുളകൊന്നുമില്ല. ഇത്രയും നല്ല ഡിഷൊക്കെ തന്നിട്ട് തിരിച്ച് കാന്താരി മുളകോ? ഇനി ഒരിക്കലും കാന്താരി മുളകൊന്നും തരത്തില്ല. നമ്മളൊരു സർപ്രൈസ് ഉണ്ട്. Costume courtesy for Sangeeta. Ethnicity Gold Souk Mall, Vaitila, Central Mall, MG Road. Ornament courtesy for Sangeeta. Euphoria, RP Mall, Calicut.